സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈശോ 40 ദിവസം പിതാവുമായുള്ള വലിയൊരു ആത്മീയ ബന്ധത്തിലായിരുന്നു. ഈ ഭൂമിയിൽ തനിക്ക് ചെയ്യാനുള്ളത് പിതാവിൻ്റെ ഇഷ്ടം മാത്രം. ഈ ഭൂമിയിൽ 30 വർഷം വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ എന്തെങ്കിലും ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടി പിതാവിൻ്റെ മുമ്പിൽ ആ പരീക്ഷണങ്ങളൊക്കെയാണ്. ലോകത്തിൻ്റെതായ അനേക പരീക്ഷണങ്ങൾ യേശുവിൻ്റെ മുമ്പിലേക്ക് സാത്താൻ കൊണ്ടുവന്നു. പിതാവ് ഒരു എക്സാമിനേഷൻ, നമുക്ക് ബോർഡ് എക്സാം പാസ്സായ ലൈസൻസ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ ലോകത്തിലൂടെ കടന്നു പോയപ്പോൾ ലോകത്തിൻ്റെതൊന്നും തന്നിലില്ല, പിതാവിൻ്റെ ഇഷ്ടം മാത്രമാണ് തന്നിലൂടെ നിറവേറേണ്ടെന്നുള്ള നല്ലൊരു ബോധ്യം. വരാനുള്ള 3 വർഷവും വരാനുള്ള കർത്താവിൻ്റെ കഷ്ടാനുഭവവും കുരിശുമരണവും ഒക്കെ അവിടെയൊക്കെ പൂർണ്ണമായും പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് വ്യാപരിക്കുവാനുള്ള ഒരു ഒരുക്കമായിരുന്നു ഈശോ. 40 ദിവസം ആ മരുഭൂമിയിൽ പ്രാർത്ഥന മാത്രമല്ല, നല്ല കഠിന പരീക്ഷണങ്ങളുണ്ടായി. അപ്പൊ ദൈവവചനത്തിനപ്പുറം ഒന്നും ചെയ്യുകയില്ല എന്നുള്ളൊരു ഉറപ്പ് പിതാവ് വരുത്തുകയാണ്. എൻ്റെ പിതാവിൻ്റെ സാന്നിധ്യമാണ് യേശുവില്, പരിശുദ്ധാത്മ സാന്നിധ്യമാണ്, ദൈവ സാന്നിധ്യമാണ് യേശുവില്. അപ്പൊ ആ പിതാവിൻ്റെ ഇഷ്ടം മാത്രം അണുവിടെ അവിടെ ഇവിടെയും തിരിയാതെ പൂർണ്ണമായും ദൈവപിതാവിൻ്റെ ഹിതം മാത്രം നിറവേറുകയാണ് യേശുവിലൂടെ. അതിനുള്ള ഒരു ഒരുക്കമാണ്. ആ എല്ലാ പ്രലോഭനങ്ങളും അതിനെയൊക്കെ യേശു അതിജീവിച്ചു. ആത്മാവ് നിറഞ്ഞവനായിട്ടാണ് നമുക്കറിയാം ദേവാലയത്തിലേക്ക് വരുന്നതും. യെശയ്യായുടെ പുസ്തകം 61 അധ്യായം എടുത്തുകൊണ്ട് ലൂക്ക 4 നമ്മൾ കഴിഞ്ഞ് ചിന്തിച്ചതുപോലെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എല്ലാ ബോധ്യത്തോടെയാണ് ഈശോ പറയുന്നത്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കും ഉണ്ടായിരിക്കേണ്ട ഒരു അറിവ്, ഒരു ബോധ്യം അതാണ്. കർത്താവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളിലെല്ലാം ഉണ്ട് അല്ലേ. നമുക്ക് ആ ഒരു ഇന്നെങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ എല്ലാവരുമൊക്കെ വല്ലപ്പോഴൊക്കെ കേൾക്കും. പക്ഷെ നമ്മളുടെ ജീവിതം ഇങ്ങനെയൊന്നുമല്ല. ക്രിസ്ത്യാനി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എത്രയോ ദൂരെയാണ് സത്യത്തിൽ നിന്നും. നമ്മളിങ്ങനെ ലോകത്തിൽ എന്തൊക്കെയൊക്കെ എല്ലാവരും മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ലോകമോഹങ്ങളിൽ പെട്ട് ഉഴലുന്ന ഒരവസ്ഥയിലാണെന്നൊരു വിശ്വാസി, ഒരു ക്രിസ്ത്യാനി. അങ്ങനെ നമ്മളെ ആക്കിയിരിക്കുകയാണ് സാത്താൻ. നമ്മളെ ഈ 50 നോമ്പിലൂടെ 40 ദിവസത്തെ ഈ ഉപവാസത്തിൽ കടന്നു പോകുമ്പോൾ നമ്മളെ തന്നെ പരിശോധിക്കാൻ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി. മാമോദീസായിലൂടെ ആദ്യമായി നമ്മുടെ സഭയിലേക്ക് നമ്മുടെ അപ്പനും അമ്മയും കുഞ്ഞുനാളിൽ 8 ദിവസം പ്രായമായപ്പോൾ കൊണ്ട് സമർപ്പിച്ച, പലപ്പോഴും പറയും നമ്മളിൽ ഒരു പാവവും ഇല്ല, നമുക്ക് അനുദമിക്കാനോ നമുക്ക് ഏറ്റുപറയാനോ ഒരു പാവവും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മുടെ നിഷ്കളങ്കതയിൽ നമ്മെ ദൈവസന്നിധിയിലേക്ക് കൊണ്ട് സമർപ്പിച്ചു. 8 ദിവസം പ്രായമായ യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി കാഴ്ചവെച്ചതുപോലെ അവിടെ നമ്മുടെ ഉള്ളിലേക്ക് മാമോദീസ എന്ന ഉദാശയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നാം കർത്താവിൻ്റെതായി മാറി. അന്നു മുതൽ ഇങ്ങോട്ട് നമ്മുടെ ഈ ഭൂമിയിലെ മരണം വരെയും അവിടുത്തെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നു എന്നുള്ള ഉറപ്പ് വരുത്താനായിട്ടാണ് നമുക്ക് എന്താ പറയുക, നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബത്തിലാണ് വളർന്നു വരുന്നത്. നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ട്, കോളേജിൽ പോകുന്നുണ്ട്, ജോലി സ്ഥലമാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ലോകത്തിൽ ഇടപെടുന്നത്. അതിനെല്ലാം ഇടയിലും നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നമ്മെ ഈ ഭൂമിയിൽ നയിക്കണമെന്നുള്ള നല്ലൊരു ബോധ്യം ഉറപ്പുള്ളതുകൊണ്ടാണ് ഈശോ തന്നെ തിരുസഭ സ്ഥാപിച്ചത്. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ശരീരത്തിന് രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാം, നമുക്ക് ശരീരത്തിന് വ്യായാമം ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിലുണ്ട്. പക്ഷെ നമ്മുടെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധ ആത്മാവ് നമ്മുടെ ആത്മാവിലുണ്ട് എന്ന് ഉറപ്പുവരുത്താനാണ് നമ്മൾ തിരുസഭയിൽ തിരുസഭയുടെ ഓരോ പ്രവർത്തനങ്ങളും. കുദാശകൾ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട് എന്ന്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് വീണ്ടും അയക്കുന്ന ആ ആത്മാവിനാൽ നിറയുന്ന ഒരു അനുഭവമാണ് ഓരോ കുദാശ സ്വീകരണവും. ദൈവവചനത്തിലൂടെയാണ് നമ്മളെ, യേശുവിൻ്റെ വാക്കുകൾ നമ്മളെ ഓർപ്പിച്ചുകൊണ്ടാണ്. പഴയ നിയമത്തിലെ വാക്കുകൾ യേശു ക്രിസ്തുവിലെല്ലാം നിറവേറിയതാണ് എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലൂടെയാണ് എല്ലാ കുർബാനയിലും പഴയ നിയമവും
പൗലോസ്ലീഹയുടെ ലേഖനവും പിന്നെ സുവിശേഷവും സങ്കീർത്തനവും ഒക്കെ വായിച്ചുകൊണ്ട് നമ്മൾ ബന്ധപ്പെടുകയാണ്. പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നതെല്ലാം യേശുക്രിസ്തുവിൽ നിറവേറി എന്ന്. യേശുവിൻ്റെ ആത്മാവ് എന്ന് നമ്മളിൽ വസിക്കുന്നു. ദൈവവചനത്തിൻ്റെ നിറവേറലൊന്നും പുതിയതായിട്ടെല്ലാം അനാദി മുതലേ ദൈവം മനസ്സിൽ കണ്ടതാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്നുള്ള നല്ലൊരു ഉറപ്പ്, ഒരു ബോധ്യം. ഇന്ന് പലർക്കും സംശയമാണ്. ഇതൊക്കെ ശാസ്ത്രീയപരമായിട്ട് തെളിയിച്ചില്ലാതെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള അനേകരുടെ ഉള്ളിൽ ബുദ്ധിയും യുക്തിവാദികൾ എന്നൊക്കെ പറയുന്നൊരു മേഖലയുണ്ടല്ലോ. ആരുടെയും കുഴപ്പമില്ല. ഇന്ന് വചനം നമ്മളെ ആഗോള സഭയിൽ ഈ വ്യാഴാഴ്ച ദിവസം നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നാമത്തെ വായന ജെറമ്യായുടെ പുസ്തകത്തിൽ നിന്നാണ്. ജെറമ്യായുടെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ നിന്ന് വചനം പറയുകയാണ്. 22-ലാണ്, 22 ഒടുവിലെ 23 തൊട്ട്. ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു, എൻ്റെ വാക്ക് അനുസരിക്കുവിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് മോശയിലൂടെ അവരോട് എപ്പോഴും പറഞ്ഞുകൊടുന്നതാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ കൽപ്പനകളില്ല, നിയമാവർത്തനത്തിൽ 4-5 നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണ്. നിങ്ങൾ അണുവിട ചലിക്കാതെ മാറാതെ എൻ്റെ വാക്കുകളിൽ ഉറച്ചു നിന്നാൽ നിങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. ആരും നിങ്ങളെ പരാജയപ്പെടുത്തുകയില്ല. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ ആ ഒരു മേഖല. ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു, എൻ്റെ വാക്ക് അനുസരിക്കുവിൻ. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. ശുഭകരമായ ഭാവി എന്നാണ് ജെറമ്യാ 29 നമ്മെ ഓരോ വ്യക്തികളെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്നല്ല നമ്മൾ ചിന്തിച്ചു. കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുന്ന പോലെ അനാദിയിലെ ദൈവം നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും, നമ്മുടെ വീട്ടിൽ നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ മക്കളും, എത്ര മക്കളുണ്ട്, ഓരോരുത്തർക്കും വേണ്ടി വ്യത്യസ്തമായ അല്ലേ. നമ്മളിപ്പോൾ പറയാം നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് എല്ലാവരുടെയും വ്യത്യസ്തമാണ്, ഒരുപോലെയല്ല. നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ്, നമ്മുടെ കയ്യിലുള്ള രേഖകൾ അല്ലെ, ഹസ്തരേഖ എന്നൊക്കെ പറയുന്നത് ഫിംഗർ പ്രിൻറ്റ്സ് എല്ലാവരുടെയും ഒരുപോലെയല്ല. ഒരു കുടുംബത്തിലുള്ള എല്ലാവരുടെയും വ്യത്യസ്തമാണ്. 10 മക്കളുണ്ടെങ്കിലും 10 പേരുടെയും ആ കയ്യിലുള്ള രേഖകൾ, ഫിംഗർ പ്രിൻറ്റ്സ് വ്യത്യാസമാണ്. ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞൊരു മേഖലയുണ്ട്. വ്യത്യസ്തമായി നമ്മെ ഓരോരുത്തരെ, ഈ ലോകത്തിൽ എത്ര കോടി ജനത ഉണ്ടെങ്കിലും വ്യത്യസ്തമായി ഓരോരുത്തരെയും അറിയുന്ന, സ്നേഹിക്കുന്ന ഒരു ദൈവം. നമ്മൾ ഇതൊക്കെ സാധ്യമാണ് അല്ലേ. ഇന്ന് ലോകത്തിലെ കമ്പ്യൂട്ടറിൻ്റെ ശക്തി അതിനേക്കാളൊക്കെ എത്ര ഉന്നതമാണ് ദൈവത്തിൻ്റെ കണ്ണുകളിലെ, ദൈവത്തിൻ്റെ ഹൃദയം, ദൈവത്തിൻ്റെ ശക്തി. നമ്മളത് അറിയുമ്പോഴാണ്, അവിടെയാണ് നമ്മൾ ദൈവത്തിന് മുമ്പിൽ അടിയറ വയ്ക്കേണ്ടത്. ഈ ഭൂമിയിൽ എത്രമാത്രം എന്തെല്ലാം നടന്നാലും നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ, നമ്മളിപ്പോൾ ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്, ദൈവം സൃഷ്ടിക്കുകയാണ്, മനുഷ്യനൊന്നും സൃഷ്ടിക്കാൻ പറ്റുന്നില്ല. മനുഷ്യൻ കണ്ടുപിടിക്കുകയല്ലേ ചെയ്യുന്നത്. ഗാഡ് ക്രിയേറ്റഡ് ആൻഡ് മാൻ ഇൻവെൻസ് എന്ന് പറഞ്ഞു. കണ്ടുപിടുത്തം എന്നല്ല പറയുന്നത്. അമേരിക്കയിൽ റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിച്ചു. ഓരോരുത്തർ നമ്മളങ്ങനെ കണ്ടുപിടിച്ചു. എന്താ, ദൈവം സൃഷ്ടിച്ചതിനെ മനുഷ്യന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഞാനത് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്, നിങ്ങളത് ഉപയോഗിക്കുക അല്ലേ. അമേരിക്കയിലേക്ക് കപ്പലേ കയറി 3-4 മാസമൊക്കെ യാത്ര ചെയ്ത് അല്ലെ, വളരെ നാൾ യാത്ര ചെയ്തെത്തേണ്ട നമ്മൾ പ്ലെയിനിൽ വരുമ്പോൾ എത്ര അല്ലേ. ഇന്നിപ്പം നമ്മൾ കാണുന്നുണ്ട് സ്പേസിലേക്കൊക്കെ പോയി അല്ലേ, എത്രമാത്രം ദൂരെ പോയിട്ടാണ് നമ്മൾ ചിന്തിച്ച് കണ്ടത് അതൊക്കെ. അപ്പം അതെല്ലാം ദൈവം സൃഷ്ടിച്ച കാര്യങ്ങളെ മനുഷ്യന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു. അവിടെയാണ് എൻ്റെ ദൈവമേ അവിടുത്തെ അനന്തമായ മഹത്വം എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്നാൽ ഇതെന്താ സംഭവിച്ചത്? ഇവിടെ വചനം പറയാണ്, ഇതൊക്കെ ദൈവം പറഞ്ഞെങ്കിലും അവരാകട്ടെ എന്നാണ് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്നത്, നമ്മളെക്കുറിച്ച് പറയാണ്. അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണ അനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു അല്ലേ. ഏദൻ തോട്ടത്തിൽ നമുക്ക് ആരംഭിച്ച് നമുക്കറിയാം, ദുഷ്ടാരൂപി സാത്താന് ആ ഹവ്വായുടെ ആദത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട നമ്മളുടെ ഉള്ളിൽ, ഏദൻ തോട്ടത്തിൽ പുറത്താക്കപ്പെട്ട അവരുടെ ഉള്ളിൽ അവരെ നയിച്ചിരുന്നത് ദുഷ്ടാരൂപിയാണ്. ഞാൻ പറയും, യേശു മനുഷ്യനായ ഭൂമിയിൽ അവതരിച്ചുകൊണ്ട് കാൽവരിക്കുരിശിൽ മരിച്ച് ഉയർക്കുന്നത് വരെയും മനുഷ്യ ഹൃദയങ്ങൾ ദുഷ്ടാരൂപിയാണ് നയിച്ചുകൊണ്ടിരുന്നത്. മാമോദീശയിലൂടെ നമ്മൾ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറയുന്നത് വരെയും ദുഷ്ടാരൂപിയാണ് നമ്മളെ നയിച്ചുകൊണ്ടിരുന്നത്. പരിശുദ്ധാത്മാവ് ആദ്യമായി യേശു ക്രിസ്തു ഭൂമിയിൽ തിരുസഭ സ്ഥാപിക്കുന്നുള്ള ഒരുക്കമായിട്ട്
ശിഷ്യന്മാരെ 12 പേരെ തിരഞ്ഞെടുത്തു. അവരോട് പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ ഈശോ മരിച്ചുയർത്ത യേശു ശിഷ്യഗണത്തിന് പ്രത്യക്ഷനായിട്ട് അവരോട് പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു: നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ലൂക്ക 24:48 പറയുന്നുണ്ട്, നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു. എന്ന പല കാര്യങ്ങളും അവർക്ക് അറിയില്ലായിരുന്നു. യേശുവിൻ്റെ കൂടെ നടന്നിട്ടും അവരെല്ലാവരും യേശുവിനെ ഇട്ടിട്ട് ഓടിപ്പോയി. പത്രോസ് തള്ളിപ്പറഞ്ഞു, ഞാനവനെ അറിയുന്നില്ല. പേടിച്ചാണ്, ജീവനെ പേടിച്ചുകൊണ്ട്, ലോകത്തെ പേടിച്ചുകൊണ്ട്, മനുഷ്യജീവനെ പേടിച്ചുകൊണ്ടൊക്കെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ദൈവത്തെ ഏറ്റു പറഞ്ഞാൽ ജീവൻ പോകുമെന്ന് പറഞ്ഞ് ഭയപ്പെടുന്ന, അല്ലെ വിശുദ്ധി ജീവിക്കേണ്ട, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചുറ്റുപാടുമുള്ളവരുടെ കൂടെ കൂടി പാപം ചെയ്ത് നമ്മുടെ ആത്മാവ് നശിച്ചാലും കുഴപ്പമില്ല, മനുഷ്യരെ പ്രീതിപ്പെടുത്തിയാൽ മതി എന്നുള്ള തെറ്റായ ഒരു ചിന്ത അറിവില്ലാതെയാണ്, മനഃപൂർവ്വമല്ല. നമ്മൾ പിയർ പ്രഷർ എന്നൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയത്തില്ലേ, മുതിർന്നവരായ നമ്മൾ അതിനേക്കാളും പിയർ പ്രഷർ ഉള്ളവരാണ്. മറ്റുള്ളവരുടെ കൂടെ പാപം ചെയ്യാൻ അവരുടെ ആ പ്രശംസ, ഞാൻ ഒറ്റപ്പെട്ടു നിന്നാൽ, ദൈവത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു എന്നാൽ ഞാൻ ഒറ്റപ്പെടുത്തപ്പെടും. അവിടെ മനുഷ്യൻ പാപം ചെയ്യുന്ന പലപ്പോഴും ദുഷ്ടഹൃദയം സ്വാധീനമുള്ളതുകൊണ്ടാണ്, തിന്മയുടെ സ്വാധീനമുള്ളതുകൊണ്ടാണ്. നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന്. വാക്ക് ശ്രദ്ധിക്കണം. ലൂക്ക 24:49, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ജെറുസലേമിൽ ഞാൻ പറയുന്നു, നമ്മളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും പ്രശ്നവും ഉണ്ടായാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് ശക്തിപ്പെടുന്നവരെ നമ്മൾ അതിൽ ഉറച്ചു നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിനായി ആഗ്രഹിച്ച് ദാഹിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ഈ എമ്മാവോസിലേക്ക് 2 ശിഷ്യന്മാർ ഓടിപ്പോകുന്നുണ്ട്, അല്ലേ? കൂട്ടം വിട്ട് ഓടുകയാണ്. അവരും അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ആ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ അവർ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ഈശോ പറഞ്ഞ് അവർ അതിനു മുമ്പാണ് ഈ എമ്മാവോസിലേക്ക് 2 പേര് പോയത്. നമ്മൾ ലൂക്ക 24 തന്നെ അത് വായിക്കുന്നുണ്ട്. ഇതൊന്നും അവരതൊന്നും കേട്ടില്ല. യേശു പറയുന്നു, യേശുവിനെ അവർ പ്രതീക്ഷിച്ചു ദൈവപുത്രനാണെന്ന്, പക്ഷേ രക്ഷകനാണെന്നൊക്കെ ഓർത്തിരുന്നു. പക്ഷേ അവനെ അവർ മരത്തിൽ തൂക്കി കൊന്നു. ഇത് 3-ാം ദിവസമാണ്. ഇന്ന് രക്ഷയൊന്നുമില്ല. അതൊക്കെ അവൻ മരിച്ചുയർന്നു. അവനിവിടെ ഇസ്രായേലിൻ്റെ രാജാവായി, ആത്മീയമായിട്ടല്ല, അവർ വിചാരിച്ചത് ഭൗതിക രാജാവായി റോമിൻ്റെ ചക്രവർത്തിയുടെ സ്ഥാനത്ത് യേശു വാഴുമെന്നൊക്കെയാണ് ഇവർ കരുതിയിരുന്നത്. എന്നാൽ അവനെ മരിച്ച് അടക്കി കല്ലറയിലാണ്. ആ സമയത്താണ് അവർ എമ്മാവോസിലേക്ക് 2 പേർ ഓടുമ്പോൾ നമുക്കറിയാം, യേശു ഉത്ഥാനം ചെയ്ത് യേശു അവരുടെ കൂടെ വേറൊരു രൂപത്തിൽ നടന്നുകൊണ്ട് അവരെ നയിക്കും. ഞാൻ പറയും, ഇന്നും തിരുസഭയിൽ യേശു നമ്മെ നയിക്കുന്നുണ്ട്. മറ്റാരിലൂടെയൊക്കെ യേശു നമ്മോട് സംസാരിക്കുന്നുണ്ട്. അന്ന് യേശുവിനെ അവർ അറിയാം, പക്ഷെ യേശുവിനെ കണ്ടത് വേറൊരു ഒരു അപരിചിതനെ പോലെയാണ് അവർക്ക് തോന്നിയത്. ഇന്ന് ദൈവവചനം ആരെങ്കിലുമൊക്കെ നമ്മോട് പറയുമ്പോൾ ആത്മാവിൽ യേശു നമ്മോട് സംസാരിക്കുകയാണ്. അവരിലൂടെ ദേവാലയത്തിൽ നമ്മൾ വിശുദ്ധ കുർബാനയിൽ വചനം വ്യാഖ്യാനിക്കുമ്പോൾ യേശു നമ്മോട് സംസാരിക്കുകയാണ്. നമ്മളത് അറിയണം. ദൈവവചനം വായിക്കുമ്പോൾ അവൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തെ അവനിലേക്ക് തിരികെ വരാനും. അവൻ്റെ കൂടെ നടന്ന് 8 മൈലോളം നടന്നിട്ട് നമുക്കറിയാം, വിശുദ്ധ കുർബാനയുടെ അത്ഭുതമൊക്കെ. അപ്പം മുറിച്ചപ്പോൾ അവൻ്റെ യഥാർത്ഥ രൂപത്തിൽ അവനെ തിരിച്ചറിഞ്ഞു. അവർ വിശുദ്ധ അപ്പം ഭക്ഷിച്ചു. വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ശക്തി പ്രാപിച്ച രാത്രി തന്നെ അവർ എമ്മാവൂസിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങി വന്നുകൊണ്ട് ആ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ, പെന്തക്കോസ്ത അഭിഷേകത്തിൽ പങ്കെടുക്കാൻ, ആ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി, പെന്തക്കോസ്ത അനുഭവത്തിന് വേണ്ടി അവരെയും തിരികെ കൊണ്ടുവന്നു യേശു. ഇന്ന് നമ്മോട് പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞായിരിക്കാം. നമ്മൾ ഇന്ന് പല കാര്യങ്ങളും ചടങ്ങ് പോലെ, അല്ലേ, നമ്മൾ അറിയാതെയാണ്, മനഃപൂർവ്വമല്ല കേട്ടോ, കുറ്റബോധമൊന്നുമില്ല, ആവശ്യമില്ല. നമ്മളിന്ന് നമുക്ക് വിചാരം ഞായറാഴ്ച പള്ളിയിൽ പോകണം, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ ജെറുസലേമിൽ വസിക്കുക എന്ന് പറഞ്ഞ ഒരു മേഖലയാണ് നമ്മുടെ ജീവിതത്തിൽ. അതായത് മാമോദീസായിലൂടെ അന്ന് അവർക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു. പെന്തക്കോസ്താ നാളിൽ അപ്പസ്തോലപ്രവൃത്തി 2 നമ്മൾ വായിക്കുന്നുണ്ട്, തീജ്വാലകളുടെ രൂപത്തിൽ അവരുടെ എല്ലാം. പക്ഷെ അതിനൊരു കാര്യമുണ്ട്, ഒരു കർത്താവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞ ഒരു 10 ദിവസം എടുത്തു. ഞാൻ പലപ്പോഴും ആദ്യകാലങ്ങൾ എന്താ 10 ദിവസം എടുത്തത്? ഈ 10 ദിവസം എന്താണ്? ഞാൻ പറയും, നമ്മളുടെ ഈ നോമ്പിൻ്റെ ഒരു പ്രതീകമാണ്. അതായത് അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. കൂടെ നടന്ന യൂദാസ്, സ്വന്തം കൂടപ്പറപ്പിനെ പോലെ നടന്ന യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവൻ പോയി തൂങ്ങിച്ചത്ത്. പക്ഷെ എല്ലാം കൂടെ, എന്നാലും അവനത് ചെയ്തല്ലോ.
പത്രോസ് പറഞ്ഞു, ഞാൻ അവനെ തള്ളിപ്പറഞ്ഞു കേട്ടോ, ഞാൻ ഒരിക്കലും പറയുക, ഞാൻ അവനെ തള്ളിപ്പറഞ്ഞു. ബാക്കി ഞങ്ങളെല്ലാവരും അവനെ ഇട്ടിട്ട് ഓടിപ്പോയി. കുറ്റബോധവും മറ്റുള്ളവരാണ് യേശുവിനിങ്ങനെ പറ്റിയത്. ഇത് അവരുടെ തന്നെ കുഴപ്പം കൊണ്ടാണ്, മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടാണ്. യഹൂദ പ്രമാണികൾ അവനെ മരണത്തിന് വിധിച്ചു. ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് ഇത്രയും നല്ലവനെ അവർക്കറിയാം. കൂടെ നടന്നവരാണ് ഇവര്. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവനെ അവർ കൊന്നു. അത് ഉൾക്കൊള്ളാൻ പറ്റാതെ ഹൃദയത്തിൽ ഭാരവും വെറുപ്പും ഒരുമാതിരി നിരാശയും കുറ്റബോധവും ഒക്കെ ആയിരുന്ന അവരുടെ ജീവിതത്തിൽ ഒരു സ്നേഹത്തിന്റെ അരൂപി, പരിശുദ്ധാത്മാവ് സ്നേഹ അരൂപിയാണ്. ഞാൻ പറയും, ഒരു മരിയൻ റെട്രീറ്റ് പറയും, പരിശുദ്ധ അമ്മയാണ്. 10 ദിവസം അമ്മ കുരിശിന്റെ ചുവട്ടിൽ നിന്നവളാണ്. ഭയന്നോടിയില്ല. നല്ല ആത്മധൈര്യത്തോടെ ദൈവവചനമാണ് പൂർണ്ണമായും, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ജീവിതം സമർപ്പിച്ച മറിയം ആ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ആ നല്ല ബോധ്യത്തോടെയാണ് നിന്നത്. ദൈവവചനമാണ് തന്റെ പുത്രനിൽ നിറവേറുന്നതെന്ന്. ശിമയോൻ പറഞ്ഞ വാക്കുകൾ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വ്യാകുലവാൾ കടന്നു പോകുമെന്നൊക്കെ പറഞ്ഞു. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചുകൊണ്ട് ആ കുരിശിന്റെ ചുവട്ടിൽ നിന്നു. ആ പരിശുദ്ധ അമ്മയാണ് ഈ അപ്പസ്തോലന്മാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് പിന്നെ ഈ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരും തിരിച്ചു വന്നൊരു സാക്ഷ്യം പറയുന്നുണ്ട്. ഞങ്ങളവനെ കണ്ടു, അവൻ മരിച്ചിട്ടില്ല, അവൻ ആത്മാവിൽ ജീവിക്കുകയാണ്, അവൻ ഞങ്ങളുടെ കൂടെ നടന്നു, സംസാരിച്ചു, അവൻ കുർബാന ചൊല്ലി ഞങ്ങളുടെ കൂടെ, ഞങ്ങൾക്ക് അപ്പം മുറിച്ചു തന്നു. ആമേൻ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ ഒരു ആത്മീയത അവരെ ശക്തിപ്പെടുത്തി. പരിശുദ്ധ അമ്മ അവരെ ബലപ്പെടുത്തി. ഇതെല്ലാം സംഭവിക്കേണ്ടതല്ല. യേശു എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, ഇതെല്ലാം ഫോഷന്മാരെ, ഹൃദയം ദൈവവചനം ഗ്രഹിക്കാൻ പറ്റാതെ ഹൃദയം മന്ദീഭവിച്ചവരെ, ഇതെല്ലാം സംഭവിക്കേണ്ടതല്ലായിരുന്നു. പഞ്ചഗ്രന്ഥികൾ പഴയ നിയമത്തിലെ ആ 5 പുസ്തകങ്ങളിലും ബാക്കി പ്രവാചക ഗ്രന്ഥങ്ങളിലും എല്ലാം പറഞ്ഞിരുന്ന യേശയ്യായുടെ പ്രവചനം ഇതെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ആ 8 മൈൽ നടന്നപ്പോൾ യേശു അവരോട് ഇതെല്ലാം സംഭവിക്കേണ്ടതെല്ലാം മുൻകൂട്ടി പറഞ്ഞിരുന്നതാണല്ലോ. അവനെ ആരും ഒറ്റിക്കൊടുത്തത് കൊണ്ടല്ല, നിങ്ങളാരും തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല, നിങ്ങളാരും ഒറ്റിട്ട് ഇതെല്ലാം സംഭവിക്കേണ്ടതായിരുന്നു, ദൈവവചനത്തിൻ്റെ പൂർത്തീകരണമാണിതെന്ന് ആ യേശു അവരോട് പറഞ്ഞപ്പോൾ ആ ഒരു അനുഭവത്തോടെയാണ് അവർ വന്ന് പറഞ്ഞപ്പോൾ, സാരമില്ല, ഇതൊക്കെയാണ് ഞങ്ങളോട് പേടിക്കേണ്ട, നമ്മളാരും കുഴപ്പം, ഇതെല്ലാം സംഭവിക്കേണ്ടതായിരുന്നു. അപ്പോൾ ആ 10 ദിവസം അവര് ദൈവാത്മാവിൽ നിറയാനുള്ള, പരസ്പരം ക്ഷമിക്കാനും പൊറുക്കാനും, നമ്മൾ ഈ നാളുകളിലെ 50 നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ പരസ്പരം ക്ഷമിക്കാനും പൊറുക്കാനും കുറ്റം വിധിയൊക്കെ നിർത്തിയിട്ട്, നമ്മുടെ കുടുംബാംഗങ്ങൾ കുഴപ്പമുള്ളവർ കാണും, വിശ്വാസക്കുറവുള്ളവർ കാണും. അത് അവരുടെ ആരുടെയും കുഴപ്പമല്ല. തിന്മ ഇങ്ങനെ ഓരോ ഹൃദയങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് ഇന്നത്തെ വചനം അല്ലേ, അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുകയോ അവരുടെ തങ്ങളുടെ ദുഷ്ടഹൃദയം എന്ന് പറഞ്ഞാൽ ദുഷ്ടാത്മാക്കള് ദുഷ്ടാരൂപികൾ ഹൃദയത്തിൽ വന്ന് വസിച്ചുകൊണ്ട് അവരെ നയിക്കുകയാണ്. അതുകൊണ്ട് അവരോട് ക്ഷമിക്കണം. അവരല്ല അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നുവെങ്കിൽ അവരങ്ങനെ ഒരിക്കലും പറയില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ സ്നേഹാരൂപിയായ ആ പരിശുദ്ധാത്മാവ് അവരെ നയിച്ച് ദൈവാനുഭവവും ദൈവസ്നേഹവും പരസ്നേഹവും ഉള്ളവരായിട്ട് അവർ മാറുമായിരുന്നു. എന്നാൽ ദുഷ്ടാരൂപിയുടെ ഭയമോ ഉത്കണ്ഠയോ നിരാശയോ കുറ്റബോധമോ ദേഷ്യമോ വാശിയോ വൈരാഗ്യമോ ഒക്കെ അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഇവരങ്ങനെ ആയത്. അത് ദൈവത്തിന് അറിയാം. പക്ഷെ കർത്താവ് പറയാണ്, നിങ്ങൾ തന്നിഷ്ടം പോലെ നടന്നു. അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു. നമ്മളിത് പറഞ്ഞില്ലേ, എപ്പോഴും പറയാമല്ലോ, എത്ര നാളായിട്ട് ഞാൻ ഒരു കാര്യവും നടക്കുന്നില്ല, എല്ലാം മുമ്പോട്ട് ഒരു കാര്യവും ശരിയാകുന്നില്ല, എല്ലാം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഒന്നും നേരെയാകുന്നില്ല. എല്ലാം നേരെയാകുമെന്ന് പറഞ്ഞിരുന്നു, ഒന്നും നേരെയാകുന്നില്ല. നഷ്ടങ്ങളും കുറവുകളും പ്രശ്നങ്ങളും മാത്രമാണ്. അവരുടെ നടപ്പ് മുന്നോട്ടായിരുന്നില്ല, പിന്നോട്ടായിരുന്നു. പ്രിയമുള്ളവരെ, കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരുന്നില്ല അവരെ നയിച്ചിരുന്നത്. ദുഷ്ടാരൂപി സാത്താൻ വരുന്ന ഈശോ യോഹന്നാൻ 10:10 പറഞ്ഞു, കള്ളൻ പറഞ്ഞു സാത്താനെ, അവൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്, എന്നാൽ ഞാൻ വരുന്നത് ജീവൻ നൽകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനാണ്. സ്വർഗത്തിന്റെ ശക്തി ഏതാണ്? പരിശുദ്ധാത്മാവ്. ഉന്നതത്തിനുള്ള ശക്തി ഏതാണ്? ഈ ലോകത്തുള്ള ശക്തിയാണ് നമ്മളെ നിത്യനാശത്തിലേക്ക് നയിക്കുന്ന. ഈ ലോകത്തിന്റെ ദേവൻ എന്ന് ഈശോ പൗലോസ് പറഞ്ഞ ഈ ലോകത്തിന്റെ ശക്തികളുണ്ട്. നമ്മളെ പാപത്തിലേക്ക്, സ്വാധീനത്തിലേക്ക് കൂട്ടുകൂടുമ്പോൾ തിന്മ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ദുഷ്ടശക്തികൾ ഈ ലോകത്തിലുണ്ട്. നമ്മൾ അതിൻ്റെ ശക്തിയിൽപ്പെട്ട് ഉഴലുകയാണെങ്കിൽ നമ്മൾ ഉന്നതത്തിലുള്ള ശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ
ആത്മാർത്ഥമായി ചോദിക്കണം. മാമോദീസായുടെ ആദ്യമായി എൻ്റെ ഉള്ളിലേക്ക് വന്ന പരിശുദ്ധാത്മാവേ, ദൈവിക ശക്തിയെ എന്നെ വീണ്ടും ശക്തിപ്പെടും. ആത്മാർത്ഥമായിട്ട് ചോദിക്കണം. പലപ്പോഴും നമുക്ക് കുറ്റബോധമാണ്, ശരിയാകാൻ പോകുന്നില്ല, ഇതിങ്ങനെ അങ്ങ് പോയാൽ മതി. ഇല്ല, നമ്മളെ കാൽവരിയിൽ നമ്മളെ വീണ്ടെടുത്ത ഒരു കർത്താവ് നമുക്ക് വേണ്ടി ആ ക്രൂശിത രൂപത്തിലെടുത്ത് എല്ലപ്പോഴും നോക്കുന്നതല്ല. ആ കിടക്കുന്നത് നമ്മുടെ വിലയാണ്. നമ്മളെ സാത്താൻ നശിപ്പിക്കാതിരിക്കാൻ, നമ്മുടെ മക്കളെ നശിപ്പിക്കാതിരിക്കാൻ യേശു സ്വന്തം ജീവൻ വില കൊടുത്താണ് ആ ക്രൂശിത രൂപത്തിൽ കാണുന്നത്. ആ ക്രൂശിത രൂപത്തിൻ്റെ അർത്ഥമാണ്, വേറൊന്നുമല്ല, വിലയാണ്. നമുക്ക് വേണ്ടി അവൻ വിലയായി തന്നെ അർപ്പിച്ചു. ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. അവിടെയാണ് നമുക്ക് വചനം വീണ്ടും പറയാണ്, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ തുടർച്ചയായി എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അവരുടെ അടുക്കിലേക്ക് ഞാൻ അയച്ചു. എന്നാൽ അവർ എന്നെ അനുസരിക്കുകയോ ശ്രവിക്കുകയോ പോലുമോ ചെയ്തില്ല. പ്രത്യുത മർക്കടമുഷ്ടിയോടുകൂടി അവർ തങ്ങളുടെ പൂർവികന്മാരെക്കാൾ അധികം തിന്മ ചെയ്തു. മർക്കടമുഷ്ടി അല്ലേ, നമ്മളുടെ ഹൃദയം ഒരു മാറ്റമില്ല. കഠിന ഹൃദയം എന്നൊക്കെ പറഞ്ഞ മേഖലയാണ്, മാറത്തില്ല. ഞാൻ പറയുന്നതാണ് ശരി, ഇതൊക്കെ ചുമ്മാതാണെന്നൊക്കെ. ദൈവവചന പള്ളിയിൽ പോകുന്നതിന് ആവശ്യമൊന്നുമില്ല, കുമ്പസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കറിയാം. ഇതൊക്കെ മർക്കടമുഷ്ടി. ഇങ്ങനെ കുരങ്ങൻ്റെ കയ്യിലുള്ള കിട്ടിയത് അതിന് വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ മർക്കടമുഷ്ടി വിട്ടുകൊടുക്കത്തില്ല ഒരു തരത്തിലും. ഇന്ന് എളിമപ്പെടാൻ സാധിക്കുന്നില്ല. എന്നാൽ നീ അവരോട് പറയണം, അവർ കേൾക്കുകയില്ല. നീ അവരെ വിളിക്കണം, അവർ വിളി കേൾക്കുകയുമില്ല. പിന്നെ കർത്താവ് പറയണം നമ്മൾ മറ്റുള്ളവരോട് പറയാൻ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്. നീ അവരോട് പറയണം, ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാത്ത, ശിക്ഷണം സ്വീകരിക്കാത്ത ഒരു ജനമാണിത്. സത്യം അസ്തമിച്ചിരിക്കുന്നു, അവരുടെ നാവിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. കുറേ കഴിയുമ്പോൾ പിന്നെ എല്ലാവരും അല്ല, ദൈവവചനമൊന്നുമല്ല, നമ്മൾ പറയുന്ന സ്വറ പറയാന്ന് പറയും, ലോകത്തിൻ്റെ കാര്യങ്ങളും. നമ്മൾ നോർത്ത് ക്രിസ്ത്യാനികളായ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ആത്മാർത്ഥമാണ് ചിന്തിച്ച് വയ്ക്കുക. നമുക്ക് യേശുവിൻ്റെ നാമോ യേശുവിൻ്റെ കാര്യമോ പറയാൻ അത് കുറവ്. അത് വേറെ ഇല്ല, അത് പള്ളിയിൽ അച്ഛനോ ആരുണ്ടൊക്കെ പറയേണ്ട കാര്യമാണ്. ക്രിസ്ത്യാനികളായ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ നന്മ പറയാൻ നമുക്ക് പറ്റുമോ? ഇല്ല. നമുക്ക് പറയാൻ ഇഷ്ടമുള്ള കാര്യം എന്താ? ലോകത്തിൻ്റെതും ജഡികമായ കാര്യങ്ങൾ പറഞ്ഞ് ആസ്വദിക്കുന്ന ഒരു ജനമായി നമ്മൾ അധപ്പതിച്ചിരിക്കുന്നു. നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ രക്ഷിച്ച കാൽവരിയിലെ ജീവൻ തന്ന യേശുവിനെ കുറിച്ച് ഒരു വാക്കെങ്കിലും അത് അവൻ്റെ സ്നേഹമാണ് എന്ന് പറയാനായിട്ട് നമുക്കിന്ന് പറ്റുമോ? ഇല്ല. നമുക്കിന്ന് പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ പറയാം, പക്ഷെ പുറത്തൊക്കെ പോയി നമ്മൾ വേറെ ലെവലല്ല. അതൊക്കെ പറയുന്നത് കുറച്ചിലാണ്. ക്രിസ്തുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനും പണ്ട് അങ്ങനെയാണ്. ബൈബിളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വലിയ നാണക്കേടാണ്. അതിനുള്ളൊരു നമ്മളെല്ലാവരും അതിന് കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല. അത് തിന്മ നമ്മുടെ ഉള്ളിൽ സ്വാധീനം വെച്ചിരിക്കുന്ന ഒരു മേഖലയാണ്. ഇന്ന് ഷിക്കാഗോയ്ക്ക് വേണ്ടി ഇല്ലിനോയ് സ്റ്റേറ്റിന് വേണ്ടി നമ്മൾ കൂട്ടായ്മ പ്രാർത്ഥന നയിക്കുമ്പോൾ ഇന്ന് ഷിക്കാഗോയിൽ നിന്ന് മേരി ജേക്കബ് പണയപ്പറമ്പിൽ നമ്മളെ ഓർപ്പിച്ച വചനമുണ്ടല്ലോ, സങ്കീർത്തനം 119. ആഗോള സഭയിലെ വായനയല്ല, ആത്മാവ് പ്രേരിപ്പിച്ചൊരു വചനമായിരിക്കും അത്, അല്ലേ? എന്നാൽ പങ്കിലുമല്ലാതെ ശുദ്ധമായ മാർഗത്തിൽ ചരിക്കുന്നവൻ, കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അവർ തെറ്റ് ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. വീണ്ടും 9-ാമത്തെ സങ്കീർത്തനം 119 119 വേഴ്സ് 9 പ്രധാനപ്പെട്ട വചനമാണ്. അത് ഓർപ്പിച്ചു. യുവാവ് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം, നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഈ ഭൂമിയിൽ വിശുദ്ധിയിൽ ജീവിക്കേണ്ടത്? അവരെ ദൈവവചനം പഠിപ്പിക്കണം. നിയമാവർത്തനം 5-ലും 6-ലൊക്കെ പറയുന്നു, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നിങ്ങൾ തന്നെ ആ വചനം ധരിക്കണം. നിങ്ങളുടെ കൈത്തണ്ടയിൽ ബ്രേസ്ലെറ്റ് ആയിട്ട് സ്വർണത്തിന് നല്ല കട്ടിയുള്ള ബ്രേസ്ലെറ്റ് നടക്കാൻ വേണമെങ്കിൽ നല്ല കട്ടിയുള്ള മാല കഴുത്തിന് നടക്കാം. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് കുഴപ്പമെന്ന് ഞാൻ പറയാമല്ല. അതിനേക്കാൾ നല്ല ദൈവവചനമാകുന്ന നമ്മുടെ കൈയുടെ പ്രവൃത്തികൾ, ദൈവവചനം നമ്മുടെ കൈയുടെ പ്രവൃത്തികൾ മറ്റുള്ളവർ കാണുമ്പോൾ ദൈവവചനത്തിൻ്റെ പ്രവൃത്തി ആയിരിക്കട്ടെ. നെറ്റിയിലൊരു നെറ്റിപ്പട്ടമായിട്ട് നമ്മുടെ ചിന്തകളും എല്ലാം ദൈവവചനത്തിൽ അടിസ്ഥാനമായിരിക്കട്ടെ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കിയാണ് വളരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കിയാണ്. നമ്മൾ നേതൃത്വം കൊടുക്കുന്നവരോ കുടുംബത്തിലുള്ളവരോ ഒക്കെ ആണെങ്കിൽ അവർ വഴിതെറ്റി പോകുന്നതിന് കാരണം നമ്മൾ തന്നെ. അവർ നമ്മളെ നോക്കിയാണ് വളർന്നു വന്നത്. യേശുവിനെ നമ്മളിൽ കണ്ടെങ്കിൽ അവർ ക്രിസ്തുവിനെ അറിയും, ഇല്ലെങ്കിൽ അവർ ലോകമോഹങ്ങളിലേക്ക് പോകും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അവരും ചെയ്യും, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. യുവാവ് സങ്കീർത്തനം 119:9 യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അതിൻ്റെ ഉത്തരവ് ഇവിടെ തന്നെ പറയാണ്, അങ്ങയുടെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു.
വീണ്ടും നമ്മൾ കേട്ടു വലിയ സംഗീതത്തിലെ ഏറ്റവും വലിയ സംഗീതമാണ് 119. 34-ാമത്തെ വചനം നമ്മൾ അവിടെ ഇങ്ങനെ കേട്ടു: ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കാനും വേണ്ടി എനിക്ക് അറിവ് തരണമേ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോഴാണ്, ദൈവവചനമാണ് മറ്റെന്തിനേക്കാളിലും തീർച്ചയായിട്ടും നമ്മൾ പഠിക്കണം, ലോകത്തിലെ ഡിഗ്രിയൊക്കെ എടുക്കണം എല്ലാത്തിനെയും കുറിച്ച്. പക്ഷേ ദൈവവചനത്തെ നമ്മുടെ മുന്നിൽ നിർത്താനായിട്ട് എല്ലാ കാര്യത്തിനും ഉപരിയായി ദൈവത്തെ അറിയാം. അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അതനുസരിക്കാനും വേണ്ടി എനിക്ക് അറിവ് നൽകണം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ദൈവഭയം, ദൈവഭക്തി, ദൈവസ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ്. നമ്മുടെ ആത്മാവിൽ നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ ഈ ലോകത്തിൽ എന്തെല്ലാം പഠിച്ചാലും എൻ്റെ ദൈവത്തെക്കാൾ വലിയ ഒന്നില്ല എന്നുള്ളൊരു അറിവ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം എത്രയോ കണ്ടുപിടുത്തം കഴിഞ്ഞാൽ ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം അത് കണ്ടുപിടിക്കാൻ അനേക ശാസ്ത്രജ്ഞന്മാരും ഒക്കെ അങ്ങനെയുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നവരുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. അങ്ങനെയുള്ളവരെ അതിനുള്ള അറിവ് എനിക്ക് നൽകണം. പരിശുദ്ധാത്മകൃപ നൽകണമേ. അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ. ഞാൻ അതിൽ സന്തോഷിക്കും. വീണ്ടും പറഞ്ഞെന്താ? ധനലാഭത്തിലേക്ക്. നമ്മുടെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കല്ലേ, ഏറ്റവും മിടുക്കൽ, ഏറ്റവും കൂടുതൽ കാശുള്ളവനാന്നുള്ള ധാരണ നമ്മുടെ ഉള്ളിൽ തെറ്റായ ധാരണയാണ്. ഇത് നമ്മളെ നാശത്തിലേക്കാണ് പലപ്പോഴും കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, പണം ഉണ്ടാക്കി അവസാനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി പണം ഉണ്ടാക്കുന്നതല്ല, ഒരു കുഴപ്പമില്ല. ഇഷ്ടം പോലെ അബ്രാഹാം ആ സ്ഥലത്ത് ഏറ്റവും വലിയ ധനവാനായിരുന്നു. അവൻ്റെ ആടുമാടുകളുടെ എണ്ണമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അബ്രാഹാം ദൈവത്തിനോട് ചേർന്നിരുന്നു. സങ്കീർത്തനം 91 വായിക്കുന്നുണ്ടോ? അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിച്ചേർന്നിരുന്നാൽ ഞാൻ അവനെ അനുഗ്രഹിക്കും, ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കും. സമ്പത്തിലേക്ക് മാത്രം നമ്മുടെ ഹൃദയം ചായുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഇവിടെ പറയാണ് സങ്കീർത്തനം 119:36, ധനലാഭത്തിലേക്കല്ല. ധനലാഭം ബിസിനസ്സൊക്കെ ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയില്ല. പക്ഷേ ദൈവത്തെ മറന്ന് കുഞ്ഞെ ജീവിക്കരുതേ. ധനമുണ്ടാക്കുകയാണ് എൻ്റെ ജീവിത ലക്ഷ്യമെന്ന് മറന്ന് ദൈവത്തെ മറക്കരുതേ. ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ. വ്യർത്ഥതകളിൽ നിന്ന് ചുമ്മാ എങ്ങനെ അതൊന്നും പറഞ്ഞുകൊണ്ട് ദൈവമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന വ്യർത്ഥത. ഫിലോസഫിയൊക്കെ നല്ലതാണ്, പക്ഷേ അത് ദൈവം ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോഴാണ് പ്രശ്നം. ഫിലോസഫിയുടെ നാടായ ഗ്രീസിൽ, സോക്രട്ടീസിന്റെ നാടായ ഗ്രീസിലാണല്ലോ പൗലോസ് അപ്പോസ്തലൻ ചെന്ന് വലിയ ആത്മീയതയുടെ കൊരിന്തോസിലൊക്കെ പൗലോസ് അപ്പോസ്തലൻ ചെന്ന് ഇതാ നിങ്ങൾ അറിയാത്ത ഒരു ദൈവത്തെ എല്ലാം കണ്ടുപിടിച്ച് ഇനി നിങ്ങൾ അറിയാത്ത അജ്ഞാത ദൈവം എന്ന് പറഞ്ഞത് ആ ക്രിസ്തുവിനെ, ആ ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു പുതിയ ഫിലോസഫേഴ്സിന്റെ നാട്ടിൽ പൗലോസ് അവതരിപ്പിച്ചു. അതവർക്ക് സ്വീകാര്യമായി. അവർക്കെല്ലാം അറിവുണ്ട്. നിങ്ങൾ അറിയാത്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നതുകൊണ്ട് അവരെല്ലാവരും ശ്രദ്ധയോടെ കാത്തിരുന്നു. നമ്മളും പറയുന്നത്, ഞാനെപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്, ഈ സ്പിരിച്വൽ സയൻസാണ്. സ്പിരിച്വൽ സയൻസ് എല്ലാവർക്കും സയൻസ് എന്ന് പറഞ്ഞാലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ കാലഘട്ടത്തിൽ. എല്ലാം കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം ഉണ്ടല്ലോ, ബാക്കി എല്ലാം ഉണ്ട്. അതോടൊപ്പം നമ്മൾ അറിയേണ്ട ഒരു സയൻസാണ് സ്പിരിച്വൽ സയൻസ്, ആത്മീയത. അതൊരു ഏറ്റവും ഉന്നതമായ പഠനമാണ്, ഏറ്റവും ഉന്നതമായ ഒരു തലമാണ്. ഈ ലോകത്തിലെ എല്ലാ അറിവിനേക്കാൾ ഉന്നതമായൊരു അറിവാണ് ആത്മീയത. അതിൽ നമ്മളൊരു PhD എടുക്കുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ വിശുദ്ധരെന്ന് വിളിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ. വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ. അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ. ഈശോ എന്ന സുവിശേഷത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത് നമുക്കറിയാം. യേശു അന്ന് സുവിശേഷത്തിൽ ഇന്ന് ലൂക്ക 11 യേശു ഈ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഈ ഉള്ളിലെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഹൃദയം കഠിനമാക്കിയ അവന് ഊമനായ ഒരു മനുഷ്യനെ പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. യേശുവിൻ്റെ അറിവ് അതായിരുന്നു. നമ്മൾ പറയത്തില്ലേ, ഇല്ല, നമുക്ക് ഡോക്ടേഴ്സ് പല സ്പെഷ്യാലിറ്റിയുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് എല്ലാത്തിനും ഉണ്ട്. യേശുവിൻ്റെ സ്പെഷ്യാലിറ്റി ഈ പിശാച് മനുഷ്യർക്ക് അറിയാതെ മനുഷ്യന്റെ ഉള്ളിലുള്ള പിശാചിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പുറത്താക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നു യേശുവിൻ്റെ സുവിശേഷം. ഉള്ളിലുള്ള ദുരാത്മാക്കളാണ്, പരിശുദ്ധാത്മാവിന് പകരം ഈ ദുരാത്മാക്കൾ അവരുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് അവരിങ്ങനെ ആയിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട്
ഒരു ഊമനായൊരു മനുഷ്യനെ, ഞാൻ പറയുമ്പോൾ നമ്മൾ മെഡിക്കൽ സയൻസിലേക്ക് പോകേണ്ടതൊന്നും അല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. നല്ലതായിട്ട് നമ്മൾ ദൈവമാണ് നമുക്ക് ഡോക്ടേഴ്സിനെയും മെഡിസിനെയും ഹോസ്പിറ്റലൊക്കെ നല്ല ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാം മുകളിലുള്ള ഉന്നതമായ, ഞാൻ രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവരോട് ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ നിങ്ങളുടെ പേഷ്യൻ്റ് ചാർട്ട്, ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യൻറ്റിനോട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്, ഞാൻ നിങ്ങളുടെ പേഷ്യൻ്റ് ചാർട്ട് ഇപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ നടന്ന് അവിടെ വന്നിരിക്കുന്ന ഈശോയുടെ കയ്യിലേക്ക് ഞാൻ നിങ്ങളുടെ പേഷ്യൻ്റ് ചാർട്ട് ഒന്ന് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റ് വരുമ്പോൾ അങ്ങനെയല്ല, അവിടെ എത്രയും നേരം എഴുതിയിരുന്ന എന്താ നോക്കും, ഈശോ നിങ്ങളുടെ ആ പേഷ്യൻ്റ് ചാർട്ടിലേക്കൊന്ന് നോക്കട്ടെ. പിന്നെ പറയും, ആ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ തീരുമാനം എടുക്കുന്ന ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിൽ ഇപ്പോൾ ഈശോ എടുക്കാൻ പോവാണ്. അവിടെ തുടങ്ങി വലിയ മാറ്റം കാണാൻ തുടങ്ങും. അവിടെ ദൈവം കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ സൗഖ്യം നൽകിയ എല്ലാ കൃപകളും യേശു പുതിയ പ്രിസ്ക്രിപ്ഷൻ അങ്ങോട്ട് നൽകുകയാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന്. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ് ചിന്തിച്ചു, ഈജിപ്തിലൂടെ മരുഭൂമിയിലൂടെ പോകുമ്പോൾ അവർക്ക് ഡോക്ടർമാരില്ല, ഹോസ്പിറ്റലില്ല, മരുന്നുമില്ല, ഒരൊറ്റ മരുന്നേ ഉള്ളൂ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന ദൈവമായ കർത്താവിൻ്റെ ആ ശക്തിയും കൃപയുമാണ്. അവരെ നിങ്ങളുടെ ചെരുപ്പ് തേഞ്ഞു പോഞ്ഞില്ലല്ലോ, നിങ്ങളുടെ വസ്ത്രം ജീർണിച്ചില്ലല്ലോ. ആ കർത്താവ് ഇന്നുകൊണ്ട് പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നല്ല നന്ദി പറയാം ദൈവത്തിന്. പക്ഷേ ഈശോയുടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, പിശാചിനെ ബഹിഷ്കരിക്കുന്നത്. അത് നമുക്ക് സഭയ്ക്ക് അധികാരം നൽകിയിട്ടുണ്ട്. ഓരോ വിശ്വാസിക്ക് അധികാരമുണ്ട്, നമ്മൾ അറിയണം. പിശാചിനെ ബഹിഷ്കരിക്കാൻ പിശാച് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അവിടെ അത്ഭുതപ്പെട്ടപ്പോൾ അവർക്ക് മനസ്സിലായില്ല. കാരണം എന്താ, ഇവരത് പഠിച്ചിട്ടില്ലല്ലോ. ഇവർ പറഞ്ഞത് ഇവൻ കള്ളത്തരമാണ്, ഇവന് പിശാചുക്കളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്, വേറെ ചിലവനെ പരീക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്നൊരു അടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, യേശു പറഞ്ഞു, അന്തഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഛിദ്രമുള്ള ഭവനവും വീണുപോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബെൽസെബൂലിനെ കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്നു നിങ്ങൾ പറയുന്നു, ബെൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അവിടെ അന്നും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് അതെല്ലാം ദുഷ്ടാരൂപികളായിരുന്നു. യഥാർത്ഥത്തിൽ ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാനാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നിന്ന് വന്ന ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിലാണ്, ഞാനാണ് ദുരാത്മാക്കളെ ബഹിഷ്കരിക്കുന്നത്. യേശു പറഞ്ഞു. യേശു പറയാണ്, ഇതാ ലൂക്ക 11:20, ലൂക്ക 11:20, എന്നാൽ ദൈവകരം കൊണ്ടാണ്, അല്ലെ ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ്, അല്ലെ പരിശുദ്ധാത്മ ശക്തി കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. അത്രയും നാളും പിശാചിന്റെ രാജ്യമായിരുന്നു, ദുഷ്ടാരൂപിയെന്നുള്ളിൽ. ഞാൻ ദൈവരാജ്യം കൊണ്ട്, ദൈവകരം കൊണ്ട്, പരിശുദ്ധാത്മ ശക്തി കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്ന ദൈവരാജ്യം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ഈശോ ആ ഒരു നമ്മൾ തിരിച്ചറിഞ്ഞു. ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആവശ്യമായ ഈ ലോകത്തിൻ്റെ ശക്തിയല്ല, ഉന്നതമായ ശക്തി പരിശുദ്ധ മാമോദിസയുടെ നമുക്കത് കിട്ടിയതാണ്. നമ്മളത് കളഞ്ഞു കുളിച്ചു. നമ്മൾ അവിടെ ഇവിടെ പരിശുദ്ധമാണ്. നമുക്ക് തിരുസഭയിലേക്ക് മടങ്ങിപ്പോകാം. നമുക്ക് ആത്മീയമായ ആ ശുശ്രൂഷ, വിശുദ്ധ കുംഭസാരം എന്ന കൂദാശയിലേക്കൊന്ന് കടന്നു പോയി. എൻ്റെ ദൈവം എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയവാതിലും നമ്മുടെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് നമ്മളെ അഭിഷേകം ചെയ്യാൻ, നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ, നമ്മുടെ പരിശുദ്ധാത്മ ശക്തി നമുക്ക് നൽകാൻ ഈശോ കാത്തിരിക്കുക, നമ്മളെ വിളിക്കുകയാണ്. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.